അവിടെ നില്ലടി അവിടെ. അടങ്ങി ഒതുങ്ങി നിൽക്ക് പശുവിടെ. കയറ് പൊട്ടിക്കല്ലേ. ഞാൻ ആ പണ്ടാരക്കാലന്മാര് വരുന്നവരെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്ക്. ഞാൻ ആ കാശൊന്ന് മേടിച്ചു. വെട്ടി കൂട്ടാൻ വെക്കും ഞാൻ. ആ അയ്യോ സാറിനെ അല്ല, പശുവിനെ പറഞ്ഞതാ. അയ്യോ സാർ പറഞ്ഞു സാർ, ഇതാണ് പശു. ഇതാണോ സാധനം? ആ ഇത് അന്ന് തന്നെ കാണിച്ച പശു തന്നെയാണോ അരവിന്ദാഷ? എന്റെ പൊന്ന് സാറേ, കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയരുത്. ആ പശു തന്നെയാ. അതേ കൊമ്പ്, അതേ ചെവി, അതേ വായ, അതേ കാല്, അതേ വാല്, അതേ ഇതെല്ലാം അത് തന്നെ. സംശയം ചോദിച്ചോ? ഇതേ കുത്തും 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 കുത്തി കഴിഞ്ഞാൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ കുത്തും പറഞ്ഞാൽ കുത്തും. ആ എത്രക്ക് ഒപ്പിച്ചു? 5000-ന്. അതുകളാ. ഞാൻ കുറെ തർക്കിച്ചു നോക്കി. ഒറ്റ പൈസ കുറയില്ലെന്ന് അയാൾ ഒറ്റ പിടിയാ. ഏതായാലും കൂടിപ്പോയി, അത്രയ്ക്കൊന്നുമില്ല. അതല്ലേ സംഭവം. ഞാനൊരു കെണി ചെന്ന് പെട്ടുപോയാ സാറേ, എന്നെ ചതിച്ചു. താൻ എന്നാ പണിയാ കാണിച്ചത്? താൻ 4 മണിക്ക് മുമ്പ് പശുവിനെ തൊഴുത്തിക്കൊണ്ട് കെട്ടാമെന്ന് പറഞ്ഞല്ലേ അടിച്ചിട്ട് പോകുന്നത്? എടോ കളവക്കാരൻ വന്ന് കാത് നിർത്തി നേരെ എത്രയായി? എന്ത് പണിയാണോ ചെയ്തത്? ആരാ? ഞാൻ ആരാന്നോ? ആഹാ, ഞാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാലോ. അടിച്ചോട്ട് പോയാലെങ്ങനെ? താൻ പോടോ. എന്റെ പശുവിനേക്കും തന്നെ അനുവാദം വേണോ? താനാരാ? ഇത് പശുവാണോ? ഈ കയറന്റെ ഇതെന്റെ ആണല്ലോ. ഇതെന്റെ ആണല്ലോ. ആ അരവിന്ദാഷൻ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ അതിനുള്ള പണിയാ താനിപ്പോ കാണിച്ചത്. ഇനി മേലാൽ ഇത്തരം പോകൃത്തിനെ കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ സാറേ സാറേ, ഞാൻ വേണി കാല് പിടിക്കാം. എന്നോട് ക്ഷമിക്കണം. ജോലി വേണ്ടെന്ന് വെച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാണ്. എങ്കിലും നഷ്ടം എനിക്കായിരുന്നേ. വാസ്തവത്തിൽ എന്നോട് എന്തിനായിരുന്നു അത്ര ദേഷ്യം? എന്തോ എനിക്ക് തന്നെ അറിയാൻ പാടില്ല. സ്നേഹമുള്ളവരെയാണ് വേദനിപ്പിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയോ സ്നേഹത്തിന്റെ ഒരു കനൽ വീണ് കിടപ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് തോന്നലല്ല. എനിക്ക് നിന്നെ ആദ്യം മുതലേ ഇഷ്ടമായിരുന്നു. മന്ദാര പുഷ്പങ്ങൾ നീഹാര ബാഷ്പത്താൽ മണ്ണിതിൽ തീർത്ഥം തളിക്കേ, പൊൻവെയിൽ സിന്ദൂര കമ്പളം നീർത്തുമി അങ്കണം എൻ മുന്നിൽ നീ തുറന്നു. മന്ദാര പുഷ്പങ്ങൾ നീഹാര ബാഷ്പത്താൽ മണ്ണിതിൽ തീർത്ഥം തളിക്കേ. പുഷ്പങ്ങൾ നീഹാര ബാഷ്പത്താൽ മണ്ണിതിൽ തീർത്ഥം തളിക്കേ, പൊൻവെയിൽ സിന്ദൂര കമ്പളം നീർത്തുമി അങ്കണം എൻ മുന്നിൽ നീ തുറന്നു.
താളത്താൽ മണ്ണിതിൽ തീർത്ഥം തളിത്തേ പുഞ്ചയിൽ സിന്ദൂര കമ്പളം നീർത്തുമി അങ്കണം എൻ മുന്നിൽ നീ തുറന്നു. എടോ, ഒരു 500 രൂപ ഇങ്ങട്. എന്തിനാ? ചെലവ് ചെയ്യാൻ. കാര്യം പറ. തനിക്ക് പ്രൊമോഷൻ, എറണാകുളത്തേക്ക് ട്രാൻസ്ഫറും. ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് പോകണമെന്നായിരുന്നല്ലോ നിനക്ക്. പോരാത്തിന് പ്രൊമോഷനും. പിന്നെന്തായാലും മുഖപ്രസാദം ഇല്ലാത്ത ഏ? ഏയ്, വിട്ടുപിരിഞ്ഞ് പോകാൻ വയ്യല്ലേ? ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് വേല ഇറക്കാവടാ. എനിക്കിതൊന്നും കണ്ടാ മനസ്സിലാവില്ലെന്നാ നീ വിചാരിച്ചേ? എന്റെ മനസ്സ് നിന്റെ മനസ്സ് ഒന്നല്ലേ? പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണോ നീ ഇതൊക്കെ അറിയാൻ? നീ കാര്യമായിട്ടാണോ അതോ? അവളെ വിവാഹം കഴിക്കാൻ തന്നെ എന്റെ തീരുമാനം. അത് ശരി. നിനക്കിങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. മുള്ളുവരത്തെ തേനടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞോ? ആട്ടെ, നീ ഇത് മീരയോട് പറഞ്ഞോ? ഇതൊക്കെ മനസ്സിനോട് പറയുന്നതല്ലേ? എന്നാ പിന്നെ വെച്ച് നീട്ടണ്ട. നീ അങ്ങ് ട്രാൻസ്ഫർ ആയി പോവും, ആ പെണ്ണിനോട് ഒറ്റയ്ക്കാവും. വെറും തൊട്ടാവാടിയാ. എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കണം. ഞാൻ കൂടെ നിൽക്കാം. ഓർമ്മ വെക്കുമ്പോൾ ഞാൻ അനാഥാലയത്തിലാണ്. അച്ഛനും അമ്മയും വീടുമൊക്കെ വെറും സങ്കല്പങ്ങൾ. രാത്രി വിശാലമായ ഹാളിൽ നിരത്തിയിട്ട കട്ടിലുകളിൽ ഒന്നിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിൽ വരുന്നത് ഉറക്കമല്ല, കണ്ണീരായിരുന്നു. എന്താ മേരെ ഇത്? അതൊക്കെ മറന്നു കളയും. എങ്ങനെ മറക്കാനാവും നന്നിട്ട? ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തളരുകയാണ്. ഒരു അനാഥയുടെ മനസ്സ് എന്നും എപ്പോഴും കൊതിക്കുന്നത് ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയാണ്. അച്ഛനമ്മമാരുടെ കൈകളിൽ തൂങ്ങി ചിരിച്ചും കളിച്ചും പോകുന്ന കൂട്ടുകാരികളെ ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. ഈ കണ്ണീരല്ലേ എനിക്ക് കാണേണ്ടത്? നീരതൊക്കെ മറന്നു കളയണം. അല്ല നന്നേട്ട, ഒരു തീരുമാനത്തിലെത്തും മുമ്പ് നന്നേട്ടൻ എന്നെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം. നാടും വീടും കുടുംബമയമേ ഒന്നും ഇല്ലാത്തവളാണ് ഞാൻ. നോക്കുമീരെ, നിഷ്കളങ്കമായി മനസ്സിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. മറ്റൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ നന്നേട്ടന്റെ വീട്ടുകാർ? എനിക്ക് എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടും ഒന്നും പറയേണ്ട കാര്യമില്ല. അമ്മയ്ക്കാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാത്തതിലുള്ള ദുഃഖമേ ഉള്ളൂ. എന്റെ ഇഷ്ടത്തിന് അമ്മ ഇതിന് നിൽക്കില്ല. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, മീരയ്ക്ക് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന്. ഊമയ്ക്ക് അനുഗ്രഹം കിട്ടിയ പോലെ എന്റെ അവസ്ഥ. നന്ദി പറയാൻ കൂടി കഴിയാതെ